ദിവ്യകാരുണ്യ ഭക്തനായിരുന്ന ഒരു ബാലന്റെ തിരുശേഷിപ്പ് ദിവ്യകാരുണ്യ ദേവാലയത്തിൽ. വിശുദ്ധ കാർലോ അക്യൂട്ടീസിന്റെ തിരുശേഷിപ്പ് ലഭിച്ച സന്തോഷത്തിലാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ദിവ്യകാരുണ്യ ദേവാലയം എന്നറിയപ്പെടുന്ന നെല്ലിമൂട് ദിവ്യകാരുണ്യ ദേവാലയം. 1924 ഏപ്രിൽ 21-നാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ദിവ്യകാരുണ്യ ദേവാലയം എന്നറിയപ്പെടുന്ന നെല്ലിമൂട് ദിവ്യകാരുണ്യ ദേവാലയം ആശീർവദിക്കപ്പെടുന്നത്. അതിനു മുൻപ് തന്നെ അവിടെ ഒരു ക്രൈസ്തവ സമൂഹമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 1923 ഏപ്രിൽ 18-ന് വേണ്ടത്ര മതബോധനത്തിന് ശേഷം 400 പേർ ജ്ഞാനസ്നാനം സ്വീകരിച്ചതായി രേഖകളുണ്ട്. ഇങ്ങനെയുണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തിന് ഒരുമിച്ച് കൂടാനായി അന്നത്തെ കൊല്ലം രൂപതാധ്യക്ഷനായിരുന്ന ദൈവദാസൻ മരിയ അലോഷ്യസ് ബെൻസിഗർ OCD തന്റെ പക്കൽ ദിവ്യകാരുണ്യ ഭക്തനായിരുന്ന ഒരു വിദേശി കപ്പലപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നേർച്ചയായി നൽകിയിരുന്ന 12,000 രൂപ കൊണ്ടാണ് ഈ സ്ഥലം വാങ്ങിയതും ദേവാലയ നിർമ്മാണം തുടങ്ങുന്നതും. 1971 നവംബർ 12-ന് പീറ്റർ ബെർണാഡ് പെരേര സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പഴയ ദേവാലയത്തിന്റെ സ്ഥലപരിമിതി കണക്കിലെടുത്തുകൊണ്ട് 2018 ജൂൺ 11-ന് പുതിയൊരു ദേവാലയം നിർമ്മിക്കാൻ ആരംഭിച്ചു. 2024 ജനുവരി 1-ാം തീയതി ദൈവമാതാവിന്റെ തിരുനാൾ ദിവസത്തിൽ ഇന്നു കാണുന്ന ഭാഗികമായി പണി കഴിഞ്ഞ ഈ പുതിയ ദേവാലയം അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവ് ആശീർവദിച്ച് ആരാധനയ്ക്കായി സമർപ്പിച്ചു. 2000 പേർക്ക് ഇരിക്കാവുന്ന കുരിശാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ദേവാലയത്തിന് 130 അടി ഉയരവും 115 അടി നീളവും 95 അടി വീതിയുമാണുള്ളത്. സ്വർഗീയ അനുഭൂതി നൽകുന്ന തരത്തിലാണ് ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ദേവാലയം ആരാധനയോഗ്യമാണെങ്കിലും ഇതിന്റെ പണി ഇനിയും തീർന്നിട്ടില്ല എന്നത് ഇടവക മക്കളെ സംബന്ധിച്ച് വിഷമിപ്പിക്കുന്ന കാര്യമാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ദിവ്യകാരുണ്യ ആരാധന, യാമപ്രാർത്ഥന, 6:30-ന് ദിവ്യബലി, വ്യാഴാഴ്ച വൈകുന്നേരം 5:30-ന് ദിവ്യകാരുണ്യ ആരാധന, യാമപ്രാർത്ഥന, തുടർന്ന് ദിവ്യബലി, ഞായറാഴ്ച രാവിലെ 7:30-നും വൈകുന്നേരം 5:30-ന് ദിവ്യബലി. എല്ലാ ദിവസവും രാത്രി 9:30 വരെ ദേവാലയം തുറന്നു കിടക്കുന്നതാണ്. ധാരാളം പേർ ഇവിടെ പ്രാർത്ഥിക്കാൻ വരാറുമുണ്ട്. അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയതായി, പ്രത്യേകിച്ച് രോഗസൗഖ്യങ്ങൾ കിട്ടിയതായുള്ള സാക്ഷ്യങ്ങളുമുണ്ട്. പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇവിടെ തിങ്കൾ മുതൽ വെള്ളി വരെ 10 മണി മുതൽ 12 വരെ ഒരു ഗ്രൂപ്പ് നിരന്തരം പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നുവെന്നത് ഇടവകയിലെ എല്ലാവർക്കും ശക്തി പകരുന്ന ഒന്നാണ്. വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ മറ്റൊരു ഗ്രൂപ്പ് വന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥന അന്തരീക്ഷം ഇപ്പോഴും ഈ ഇടവകയിൽ, ഈ ദേവാലയത്തിലുണ്ട്. ഇടവകയെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് വിശുദ്ധ കാർലോ അക്യൂട്ടസിന്റെ തിരുശേഷിപ്പ് ലഭിച്ചത്. ദിവ്യകാരുണ്യ ഭക്തനായിരുന്ന ഒരു ബാലന്റെ തിരുശേഷിപ്പ് ദിവ്യകാരുണ്യ ദേവാലയത്തിൽ തന്നെ ഇരിക്കുന്നത് ഏറെ ഉചിതമാണ്. ഒരുപക്ഷെ വിശുദ്ധ കാർലോ അതിനായി ആഗ്രഹിച്ചിട്ടുമുണ്ടാകും. തീർച്ചയായും സ്വർഗം സമ്മാനിച്ച ഒരു സമ്മാനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് പ്രചോദനവും മാതൃക നൽകുന്നൊരു വിശുദ്ധനുമാണ് വിശുദ്ധ കാർലോ. ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടമായ പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ, തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. സ്വർഗം സമ്മാനിച്ച ഒരു ദിവസമായിട്ടാണ്, അല്ലെങ്കിൽ സ്വർഗം സമ്മാനിച്ച ഒരു സമ്മാനമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ദിവ്യകാരുണ്യ ഭക്തനായ ഈ ബാലൻ്റെ തിരുശേഷിപ്പ് ഇവിടെ ആയിരിക്കുമ്പോൾ തികച്ചും ദിവ്യകാരുണ്യ ദേവാലയത്തിൽ വിശുദ്ധനായിരിക്കാൻ ആഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല, നമുക്ക് വിശുദ്ധരുമായുള്ള ഐക്യത്തിൻ്റെ സൂചന കൂടിയാണ്. യുവജനങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രചോദനം നൽകുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ കാർലോ. ഏറെ ചെറുപ്പത്തിൽ തന്നെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധ കുർബാനയെ തിരിച്ചറിയുകയും അതിൻ്റെ ഭക്തനായി ജീവിക്കുകയും ചെയ്ത ഈ വിശുദ്ധൻ നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാണ്. ഈ ദേവാലയത്തെ സംബന്ധിച്ച് ഇത് 3-ാമത്തെ തിരുശേഷിപ്പാണ്. ഇതിനു മുമ്പ് ഇവിടെ വിശുദ്ധ മദർ തെരേസയുടെയും വിശുദ്ധ ഡോൺ ബോസ്കോയുടെയും തിരുശേഷിപ്പുകൾ ഉണ്ടായിരുന്നു. എല്ലാം തന്നെ പ്രൈമറി തിരുശേഷിപ്പുകളാണ്. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ശരീരത്തിൻ്റെ ഭാഗം ഈ അൾത്താരയിലാണ് ഉള്ളത്. ഓരോ തിരുശേഷിപ്പും നമ്മുടെ ഓരോ ദേവാലയത്തെ സംബന്ധിച്ചും തിരുശേഷിപ്പുകൾ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അവരുടെ ജീവിതം നമുക്ക് പ്രചോദനം നൽകുന്നതോടൊപ്പം തന്നെ അവരുടെ സാമീപ്യവും മാധ്യസ്ഥ്യവും, ശക്തിയേറിയ മാധ്യസ്ഥ്യവും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഓരോ അവസരങ്ങളാണ്. ദൈവം തൻ്റെ ഭൗതിക വസ്തുക്കളിലൂടെയും നമ്മെ തൊട്ടനുഗ്രഹിക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ ഏലീശായുടെ അസ്ഥിയെ സ്പർശിക്കുമ്പോൾ ജീവനിലേക്ക് കടന്നു വരുന്ന ഒരുവൻ പുനർജീവിക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തലന്മാരുടെ നടപടിയിൽ വിശുദ്ധ പൗലോസിൻ്റെ സ്പർശനമേറ്റ വസ്ത്രങ്ങൾ കൊണ്ട് രോഗികളുടെ മേൽ സ്പർശിക്കുമ്പോൾ അവർ സുഖം പ്രാപിക്കുന്നതും പിശാചുക്കൾ അവരെ വിട്ടുപോകുന്നതും അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ട രക്തസ്രാവക്കാരി സ്ത്രീക്ക് രോഗസൗഖ്യം ലഭിച്ചത് സുവിശേഷത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും തിരുശേഷിപ്പുകൾ നമുക്ക് ഓരോരുത്തർക്കും ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളുടെ
ഒരു സ്രോതസ്സായി കൂടെ നിലനിൽക്കുകയാണ്. മറ്റ് 2 പേരുടെ തിരുശേഷിപ്പുകൾ കൂടി ഈ ദേവാലയത്തിലുണ്ട്. ഒന്ന് വിശുദ്ധ മദർ തെരേസ, മറ്റൊന്ന് ബലിപീഠത്തിൽ വിശുദ്ധ ഡോൺ ബോസ്കോ. എല്ലാം പ്രൈമറി തിരുശേഷിപ്പുകളാണ്. ഡോൺ ബോസ്കോയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ലഭിച്ചിരിക്കുന്നത്. ചർച്ച് ഡെസ്ക്, ഷെക്കീന ന്യൂസ്.